KPSTA പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ജാഥ മാറ്റൊലി സെപ്റ്റംബർ 15 കാസർഗോഡ് നിന്നും ആരംഭിക്കും. 14 ജില്ലകളിലും പര്യടനം നടത്തി 39 ഇടങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി ജാഥ 27 സെക്രട്ടേറിയറ്റിലേക്കുള്ള വമ്പിച്ച അധ്യാപക റാലിയോടെ സമാപിക്കും. സർക്കാരിന്റെ വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങൾക്കും അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ അട്ടിമറിക്കുന്നതിനുമെതിരെയാണ് ജാഥയെന്ന് KPSTA ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഓണം ആഘോഷിക്കൂ US Textiles and Ready-Mades നോടൊപ്പം US Textiles and Ready-Mades പാദൂർ കോംപ്ലക്സ് ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ്. സർക്കാരിന്റെ വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങളും അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ അട്ടിമറിക്കുന്നതുമെല്ലാം അധ്യാപകർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നതെന്നും ഈ സാഹചര്യത്തിലാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ജാഥ നടത്തുന്നതെന്നും KPSTA ഭാരവാഹികൾ പറഞ്ഞു. അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടുത്തുന്ന സുപ്രീം കോടതി ഉത്തരവ് ഭേദഗതി വരുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും സുപ്രീം കോടതിയിൽ പുനഃപരിശോധന ഹർജി സമർപ്പിക്കുകയും ചെയ്യണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2024 ജൂലൈ 1 നടപ്പിലാക്കേണ്ട ശമ്പള പരിഷ്കരണം 15 മാസം കഴിഞ്ഞിട്ടും നടപ്പിലാക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇതിലൂടെ ഭീമമായ നഷ്ടമാണ് ഉണ്ടാകുന്നത്. മെഡിസെപ്പിൻ്റെ പേരിൽ നടത്തുന്ന വഞ്ചന അവസാനിപ്പിക്കണമെന്നും വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് കുട്ടികളുടെ എണ്ണം നോക്കാതെ കലാകായിക പ്രവൃത്തി പരിചയ മേഖലകളിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മാറ്റൊലിയുടെ ആരംഭം കുറിച്ചുകൊണ്ട് സെപ്റ്റംബർ 15 നടക്കുന്ന സമ്മേളനം KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്ത് ജാഥ ക്യാപ്റ്റന് പതാക കൈമാറും. ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായിരിക്കും. 27 സെക്രട്ടേറിയറ്റിലേക്കുള്ള 10,000 അധ്യാപകരുടെ പ്രകടനത്തോടെ ജാഥ സമാപിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA ഉദ്ഘാടനം ചെയ്യും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA മുഖ്യ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഗവൺമെന്റിന്റെ ഈ നയവൈകല്യങ്ങൾ മാറ്റി പൊതുവിദ്യാഭ്യാസ സംരക്ഷണം അത് കേരളത്തിന് അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതോടൊപ്പം തന്നെ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ജാഥ ഞങ്ങൾ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നത്. 15-ാം തീയതി 4 മണിക്ക് കാസർഗോഡ് ചെർക്കളയിൽ വെച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കുകയും 37 സ്വീകരണങ്ങൾ ഓരോ ജില്ലയിലും 3, 4, 5 സ്വീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് സ്വീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ 37 സ്വീകരണ സ്ഥലങ്ങൾ പിന്നിട്ട് 27-ാം തീയതി തിരുവനന്തപുരത്ത് ഒരു 10,000 അധ്യാപകന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു അധ്യാപക റാലിയോടുകൂടിയാണ് ഈ ജാഥ അവസാനിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൽ മജീദ്, DCC പ്രസിഡന്റ് PK ഫൈസൽ, KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് GK ഗിരീഷ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P ശശിധരൻ, ജില്ലാ പ്രസിഡന്റ് PT ബെന്നി, സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.